ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊങ്ങ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതാണ് പൊങ്ങ്. ഇത് മുളച്ച തേങ്ങയിൽ നിന്നാണ് എടുക്കുന്നത്. ഇതുവരെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടു നോക്കാം. മുളച്ച് വന്നിട്ടുള്ള തേങ്ങ എടുത്ത് വെക്കുക. ആ ഒരു 4 എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടിക്കുകയാണ്. ആ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നല്ല തേങ്ങയായിരുന്നെങ്കിൽ അതിൽ വെള്ളമാണ് ഉണ്ടാവുക. അപ്പോൾ പൊങ്ങുള്ള തേങ്ങയിൽ ഇങ്ങനെ വൈറ്റ് കളറിലുള്ള പൊങ്ങാണ് ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് മുള വന്ന തേങ്ങ നോക്കി എടുത്തു കഴിഞ്ഞാൽ തേങ്ങ മുഴുവനായിട്ടും ആ ഒരു പൊങ്ങുണ്ടാവും. ഇത് 4ാമത്തെ തേങ്ങ പൊളിച്ചെടുത്ത സമയത്ത് അതിൽ കുറച്ച് ഭാഗത്തെ പൊങ്ങുള്ളായിരുന്നു. ബാക്കിയൊക്കെ തേങ്ങ തന്നെ ആയിരുന്നു. അധികം പൊങ്ങ് വന്നിട്ടില്ല. ഇങ്ങനെ കിട്ടുന്ന തേങ്ങകൾ ഒന്നുകിൽ ഞങ്ങൾ ആട്ടാനായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി ആ തേങ്ങയിൽ നിന്ന് പൊങ്ങ് അടർത്തിയെടുക്കണേ. ഒരു കത്തി വെച്ചിട്ട് ചുറ്റുഭാഗം ഒന്ന് അടർത്തി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. തേങ്ങയുടെ മറ്റേ കണ്ണുള്ള മുറി ഉണ്ടല്ലോ, ആ കണ്ണുള്ള ഭാഗത്ത് മുള വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മുള ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്കിൽ നിന്നൊന്ന് ആ ഓട്ടയിലൂടെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്താൽ മതി. അപ്പോൾ മുഴുവൻ പൊങ്ങും ഞാനതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ മുള വന്ന ഭാഗം കട്ട് ചെയ്ത് കളയോട്ടോ. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്ത് വെച്ചിരുന്നു. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊങ്ങിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കരിവേപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. 1 ടീസ്പൂൺ ഉപ്പ് എനിക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉപ്പ് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ബാക്കി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ഉപ്പിടുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആ പൊടികളെത്തുന്ന രീതിയിലൊന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു പാനിലേക്ക് മാറ്റുകയാണ്. മുഴുവനായിട്ട് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം മതി കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുത്തിരുന്നത്. നന്നായിട്ടൊന്ന് ചൂട് കയറി വരുന്ന സമയത്ത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിഭാഗം മേൽഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാ പീസും ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വെള്ളം വേഗത്തിൽ തന്നെ അങ്ങ് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി വെള്ളമുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് വറ്റി വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ടൊന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും തുറന്ന് കൊടുത്തിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പായിരുന്നു ആദ്യം ചേർത്തിരുന്നത്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനത് വെന്തോട്ടെ എന്നുള്ളതിൽ അടച്ച് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിരുന്നത്. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ. അപ്പോൾ ആദ്യം ഒഴിച്ചെടുത്ത വെള്ളം വറ്റിക്കഴിഞ്ഞ ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിരുന്നു. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതൊന്ന് വേവിച്ചെടുത്തു. ഇനി ആ മൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1/4 കപ്പോളം എണ്ണ ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. റോസ്റ്റ് ചെയ്തെടുക്കുകയാണല്ലോ, അപ്പോൾ ആ ഒരു പാനിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനതിങ്ങനെ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നിറം ഒന്ന് മാറി വരുന്നത് വരെ എണ്ണ ഒഴിച്ച് കണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കണം. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴേ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരും.
അതിൻ്റെ ആ ഒരു നിറം മാറി വരുന്നത് വരെ തന്നെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഇളക്കി കൊടുത്തോണ്ടി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. കുറഞ്ഞൊരു മധുരമുണ്ട്, എരിവും ഒക്കെ ഉള്ള നല്ലൊരു റോസ്റ്റാണ്. ഒന്ന് കൂടുതലായിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ ഇതൊന്ന് ചെയ്തു. പൊങ്ങെടുത്തതിന് ശേഷമുള്ള തേങ്ങ ഞാനൊന്ന് ചിരകിയെടുത്തു. ഈ ഒരു സമയമായതാണെന്ന് തോന്നുന്നു. തേങ്ങ അധികം കൊപ്രായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ചിരകിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരുന്നു തേങ്ങ. ഇനി ഒരു വലിയ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഈ തേങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ തേങ്ങ വറുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാലം കേടുവിടാതെ ഇരിക്കുകയും ചെയ്യും. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ നേരിട്ട് കറിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ആ പൊങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് നല്ല മധുരമുള്ള ഭാഗമൊക്കെ ആ പൊങ്ങ് വലിച്ചെടുത്തിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലാത്തൊരു തേങ്ങ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ തേങ്ങ ഞാൻ ഒരു ചട്ടിയിലിട്ടിട്ട് മുഴുവനായിട്ട് അങ്ങ് വറുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കരിവേപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളിയാണ് ഇനി ചേർത്ത് കൊടുക്കാറുള്ളത്. അത് മുഴുവനോടെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ അരിഞ്ഞാണ് ചേർത്തത്. അപ്പോൾ ഞാൻ ആ കരിവേപ്പൊന്ന് വാടി വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം തന്നെ മുഴുവനോടെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് ഉള്ളി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണുള്ളത്. അപ്പോൾ ഞാനത് തീ ഓഫാക്കിയതിന് ശേഷം ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടും. ആട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കുന്ന സമയത്താണല്ലോ അധികം ഈ പൊങ്ങുള്ള തേങ്ങ നമ്മൾ പൊലിച്ചെടുക്കാറ്. അപ്പോൾ ഒരുപാട് പൊങ്ങ് വേസ്റ്റ് ആവാറുണ്ട് കേട്ടോ, കൊണ്ടേ കളയാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ പൊങ്ങ് നമുക്കിതുപോലെ റോസ്റ്റാക്കി എടുക്കാം. പക്ഷേ തേങ്ങ ഉണ്ടാവില്ല, തേങ്ങ നമ്മൾ ആട്ടാൻ വെക്കും. ഇതിപ്പോൾ ഞാൻ ആട്ടുന്നൊരു സമയമൊന്നുമില്ല, അപ്പം മഴ അങ്ങ് മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ബാക്കിയുള്ള തേങ്ങ ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് കരുതി. ഇത് കറിക്കൊന്നും പറ്റില്ല, കാരണം അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പൊങ്ങായി കഴിയുമ്പോൾ തന്നെ അതിനുള്ളിലുള്ള നല്ല ടേസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ വറുത്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ സ്റ്റവിൽ നിന്ന് മാറ്റി ഇനി ഞാൻ അതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തുനിന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ തേങ്ങ വറുത്തത് റെഡിയായി, റോസ്റ്റും റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിത് ചൂടാറാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു സിപ്ലോക്കുള്ള കവറിലേക്ക് മാറ്റി ഫ്രീസറിൽ വെക്കുകയാണ്. ഇനി ഇത് എടുക്കുന്ന സമയത്ത് ഒരു കപ്പ് ഈ വറുത്ത തേങ്ങയ്ക്ക് 1 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നല്ല പച്ച തേങ്ങ കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുക.